ഹലോ എവരി വൺ, വെൽക്കം ടു ടോക്ക്. ഇന്ന് കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് ലേറ്റ് ആയേ. പിന്നെ ന്യൂസ് ഓഫീസ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പറയാം, നാളത്തെ എപ്പിസോഡിൽ പറയാം. ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KTMന്റെ എൻഡ്യൂറോ 390 ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ വെറുതെ ആണെന്നുള്ളത്, കാരണം അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡൽ തന്നെയാണ് നമുക്ക് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ എന്താ പറയുക, നെയ്ക്കഡ് ആയിട്ടുള്ള ഒരു എൻഡ്യൂറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അവർ സെയിൽ ചെയ്യാൻ ശ്രമിച്ചത്. ഏറ്റവും ആദ്യത്തെ കാര്യം, വെയിറ്റ് കൂടുതലാണ് ഇന്റർനാഷണൽ സ്പെക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത് കുറവാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ സ്പെക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എൻഡ്യൂറോ 390 ആറിന്റെ ഏഴയിലത്തേക്ക് വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും മാക്സിമം പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിളിലേക്ക് എത്താത്ത രീതിയിലാണ് ഇന്ത്യൻ സ്പെക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചപ്പോൾ കുറേ പേര് പോസിറ്റീവായിട്ടുള്ള റീപ്ലൈ തന്നെയാണ് എനിക്ക് തന്നെ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്പെക്ക് ആയിട്ടുള്ള എൻഡ്യൂറോ 390 തന്നെ തരണം എന്നുള്ള ആവശ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഫൈനലി KTM ഇന്ത്യ ഒറിജിനൽ എൻഡ്യൂറോ 390 ആറ് തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KTM നാണം കെട്ടിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, വന്നിട്ടുള്ള മീഡിയ വരെ KTMനെ ശരിക്കും ഈ ഒരു ഒഫീഷ്യലായിട്ടുള്ള എൻഡ്യൂറോ 390 ആറിന്റെ ലോഞ്ചിന് വന്നിട്ടുള്ള മീഡിയ വരെ KTMനെ ട്രോൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അത് പോരാഞ്ഞിട്ട് മറ്റു പല മാനുഫാക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസും KTMനെ തൂക്കി വിടുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നെ ഓവറോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഓവറോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞത് എന്തിനാ, ഞങ്ങൾ എന്തിനാ പറ്റിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് കുറേ പേര് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഫൈനൽ എന്തായാലും KTM സഹി കെട്ട്, അല്ലെങ്കിൽ KTM മനസ്സിലായി ഇനി ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻഡ്യൂറോ 390 ആർ ഇന്റർനാഷണൽ സ്പെക്ക് ഇന്ത്യയിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള എൻഡ്യൂറോ 390 ആറിന് എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. ചിലവരൊക്കെ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് ആർ എന്ന് പറയുന്നതൊക്കെ എന്താ പറയുക, ക്ലോസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അതൊക്കെ മറച്ചു വെക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് മാത്രമല്ല, എൻഡ്യൂറോ 390 ആറിനെ അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്പെക്ക് വരാനായിട്ട് KTMനെ ഉത്തേജിക്കുന്ന അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, KTM അഡ്വഞ്ചർ 390S എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ KTM അഡ്വഞ്ചറിനെ വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ, മീറ്റർ കൺസോളിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പല പല ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെതായിട്ടുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും ഇതിനോടൊപ്പം മറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മൂടി വെക്കാനായിട്ട് KTM ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, KTMന്റെ ഡ്യൂക്ക് എന്ന് പറയുന്ന സീരീസിലാണ് ഏറ്റവും ആദ്യമായിട്ട് LC4C എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ എഞ്ചിൻ 399cc ആയിട്ടുള്ള പുതിയ എഞ്ചിൻ അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. അന്ന് ആ ഒരു സമയത്ത് ഡ്യൂക്ക് എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ, ഏറ്റവും പുതിയ ഡ്യൂക്ക് 390ക്ക് പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കണ്ടമാനുണ്ടായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്യൂക്ക് അല്ലെങ്കിൽ ഒരു നെയ്ക്കഡ് മോട്ടോർ സൈക്കിളിന് അത്രയും ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ഓഫ് റോഡ് ഓറിയന്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസിനാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തി തുടങ്ങിയത് തന്നെ. പിന്നെ അടുത്തൊരു കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്യൂക്കിന്റെ എഞ്ചിന് വന്നിട്ടുള്ള പലതരത്തിലുള്ള ഇഷ്യൂസും ഏകദേശം 1 വർഷമാകുമ്പോഴേക്കും KTM സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഞ്ചിന്റെ പ്രശ്നങ്ങൾ അഡ്വഞ്ചർ 390 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. പക്ഷെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ്റെതായിട്ടുള്ളതും ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. പിന്നെ എൻ്റെ സംസാരം കുറച്ചും കൂടിയും എന്താ പറയുക, ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ ഒരു ക്യാമറ എടുത്ത് സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട്. മാക്സിമം സോൾവ് ചെയ്യും. പിന്നെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450യും KTMന്റെ അഡ്വഞ്ചർ 390, പുതിയ അഡ്വഞ്ചർ 390 തമ്മിലുള്ള ഒരു കമ്പാരിസനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേര്. അതെന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.